ഇന്നൊരു 1.5 kg ഫോറസ്റ്റ് തീം കേക്കിൽ ചെയ്യാനുള്ള കുറച്ച് ഫോണ്ടൻ്റ് ആനിമൽ സ്റ്റോപ്പേഴ്സ് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് എന്നാണ് കാണിക്കാൻ പോകുന്നത്. ഫോണ്ടൻ്റ് പെട്ടെന്ന് ഡ്രൈ ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ CMC പൗഡറാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. CMC പൗഡറോ ടൈലോസ് പൗഡറോ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ആനിമൽസ് മാത്രമല്ല ലീഫും ഫ്ലവേഴ്സും ഒക്കെ ഉണ്ട് കേട്ടോ. 1/2 kg ഫോണ്ടൻ്റാണ് എനിക്ക് ഈ ഒരു ടോപ്പേഴ്സിനെല്ലാം കൂടി ആവശ്യമായിട്ട് വന്നിട്ടുള്ളത്. ഫോണ്ടൻറ്റിൽ കളർ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ജെൽ കളറോ പൗഡർ കളറോ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. ഞാനിവിടെ ലിക്വിഡ് കളർ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഫോണ്ടൻറ്റ് വർക്ക് ചെയ്യുമ്പോൾ ഹ്യൂമിഡിറ്റി വലിയൊരു പ്രോബ്ലം ആയിട്ട് വരാറുണ്ട് കേട്ടോ. നേരത്തെ കിട്ടുന്ന ഓർഡേഴ്സൊക്കെ ആണെങ്കിൽ 2 ദിവസം മുമ്പേ തന്നെ നമുക്കിതുപോലെ ആനിമൽ ടോപ്പേഴ്സൊക്കെ ചെയ്ത് ഡ്രൈ ആക്കാൻ വെക്കാം. പെട്ടെന്നൊക്കെ ഓർഡർ വരുമ്പോൾ CMC പൗഡറോ ടൈലോസ് പൗഡറോ ഫോണ്ടൻറ്റിൽ മിക്സ് ചെയ്ത് ചെയ്യാം. ഫോണ്ടൻറ്റ് വർക്ക് ചെയ്ത കേക്ക് ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കുമ്പോൾ കവർ ചെയ്ത് തന്നെ വെച്ച് കൊടുക്കുന്നതാണ് നല്ലത്. ഫോണ്ടൻറ്റ് കേക്ക് ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കുമ്പോൾ കൂളിംഗ് ഏറ്റവും കുറച്ച് വെച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുക്കുന്ന സമയം ഫോണ്ടൻറ്റിൽ നന്നായിട്ട് ഈർപ്പമുണ്ടാവും. ഇവിടെ നല്ല മഴയുള്ള ടൈം ആയിരുന്നത് കൊണ്ട് തലേ ദിവസം ചെയ്ത് വെച്ചിട്ട് പോലും ഫോണ്ടൻറ്റിൽ ഈർപ്പം ഉണ്ടായിരുന്നു. നമ്മുടെ ക്ലൈമറ്റിനനുസരിച്ചും നമുക്ക് ഹ്യൂമിഡിറ്റി പ്രോബ്ലംസ് വരും. ഫോണ്ടൻറ്റ് വർക്ക് ചെയ്യുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഫോണ്ടൻറ്റ് സ്റ്റോർ ചെയ്ത് വെക്കുമ്പോൾ പോലും ക്ലൈമറ്റിനനുസരിച്ച് ഓരോ രീതിയിലാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. മഴ സീസണിലാണ് ഫോണ്ടൻറ്റ് ഏറ്റവും കൂടുതൽ മെൽറ്റിംഗ് ഉണ്ടാവുന്നത്. അതുകൊണ്ട് ഫോണ്ടൻറ്റ് വർക്ക് എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ കുറച്ച് കോൺഫ്ലോർ ഇട്ട് കൊടുത്തിട്ട് കണ്ടെയ്നറിൽ ടോപ്പേഴ്സ് എല്ലാം വെച്ച് കൊടുക്കാം. എന്നിട്ട് ക്ലിൻ റാപ്പ് വെച്ചിട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്തിട്ട് ബോക്സ് അടച്ച് വെക്കണം. മഴക്കാലത്ത് ഒരിക്കലും ഫോണ്ടൻറ്റ് ഡെക്കറേഷൻസ് ഓപ്പൺ ആക്കി വെക്കരുത് കേട്ടോ, അത് മെൽറ്റായി പോകും. ഇത് ബോക്സിലാക്കി കഴിഞ്ഞാൽ റൂം ടെമ്പറേച്ചറിൽ തന്നെ വെച്ചാൽ മതി കേട്ടോ. സമ്മർ സീസണിലാണെങ്കിൽ ഇത്രയും അടച്ച് സേഫ് ആക്കിയൊന്നും വെക്കേണ്ട ആവശ്യം വരില്ല, പുറത്ത് തന്നെ വെച്ച് കൊടുക്കാം. ഫോണ്ടൻറ്റ് വർക്ക് കൂടുതൽ ദിവസം സ്റ്റോർ ചെയ്ത് വെക്കുന്നതിനനുസരിച്ച് അത് ഡ്രൈ ആയിക്കൊണ്ടിരിക്കും. അതുപോലെ വിപ്പിംഗ് ക്രീം കേക്കിലാണ് ഫോണ്ടൻറ്റ് വർക്ക് ചെയ്യുന്നതെങ്കിൽ കേക്ക് ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്ത ശേഷം വെക്കുന്നതാണ് നല്ലത്. പെട്ടെന്നൊക്കെ ചെയ്തെടുക്കുകയാണെങ്കിൽ ഒരു 1 hour എങ്കിലും ഫ്രിഡ്ജിൽ വെച്ച് കേക്ക് സെറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കണം. ഇതാണ് കേട്ടോ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത്.